തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എനിക്ക് തോന്നുന്നു സൈഫു, മറ്റെവിടെയും പോലെയല്ല, രാവിലെ മുതൽ വളരെ ആക്റ്റീവ് ആകുന്ന ഒരു നഗരമാണ് തലസ്ഥാന നഗരി തിരുവനന്തപുരം എന്ന് പറയുന്നത്. ഈ കനകക്കുന്ന് നമുക്ക് രാവിലെ വന്നപ്പോൾ എന്തോരം ആളുകളാണ് രാവിലെ എണീറ്റ് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയി ഇവിടെ ഈ കനകക്കുന്ന് വഴിയും അവിടെ മ്യൂസിയം വഴിയൊക്കെ നടന്നു പോകുന്നതെന്നറിയാം. എല്ലാവരും ജോലിക്ക് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് ഒരു 8 മണി വരെ മാത്രമേ അവരൊക്കെ വീട്ടിൽ കാണൂ. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾക്ക് 7 to 8 വളരെ തിരക്ക് പിടിച്ച സമയമാണ്. കാരണം ഇതിനിടയിൽ കയറി ചെല്ലണം, വീട്ടിലെത്തി വോട്ടുറപ്പിക്കണം, ആളുകളെ നേരിട്ട് കാണണം, അവരുടെ വാഗ്ദാനങ്ങൾ ഉറപ്പുകൾ അവർക്ക് നൽകണം, വോട്ടുറപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ 8 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ വീടുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി തുടങ്ങും. അപ്പോൾ രാവിലെ നമ്മൾ പല സ്ഥാനാർത്ഥികളെയും ബന്ധപ്പെട്ടിരുന്നു ഒന്ന് കാണാൻ. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് 7 to 8 വളരെ ടൈറ്റ് ഷെഡ്യൂളാണ്. എന്തായാലും കുറച്ച് സ്ഥാനാർത്ഥികളൊക്കെ ഞങ്ങൾ ഈ ഷോക്കിടയിൽ ഇവിടെ എത്തിക്കും. അല്ല, സ്ഥാനാർത്ഥികൾ മാത്രമല്ല, നമുക്ക് വോട്ടർമാർക്ക് എന്ത് പറയണം എന്നതുകൂടി അറിയേണ്ടതുണ്ട്. അവരാണല്ലോ അവരുടെ ജനവിധി രേഖപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ കോർപ്പറേഷനിലെ വികസനം എത്രത്തോളം എത്തിയിട്ടുണ്ട്, അവരുടെ വിലയിരുത്തൽ എങ്ങനെയാണ്, ഭരണ വിലയിരുത്തൽ എങ്ങനെയാണ്, പ്രതിപക്ഷത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നൊക്കെ നോക്കേണ്ടതില്ല. എല്ലാം കാണണം. എന്ന് വെച്ചാൽ 12 ദിവസം മാത്രമേ ഇനി പരസ്യ പ്രചാരണത്തിന് ബാക്കിയുള്ളൂ. എല്ലാ സ്ഥാനാർത്ഥികളും വലിയ തിരക്കിൽ തന്നെയാണ്. വിമത ശല്യവും അതേപടി തുടരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വിവിധ ഇടങ്ങളിൽ, തിരുവനന്തപുരത്തെ മാത്രം ചിത്രമല്ല, വിവിധ മേഖലകളിലെ വിവിധ റീജിയനുകളിലെ ചിത്രങ്ങളിലേക്ക് വിശദമായി പോകും. മധ്യ കേരളത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. നിതിൻ സേവറാണ് കൊച്ചിയിലെ വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. നിതിൻ, വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇതാ കനകക്കുന്നിൽ നിന്ന് നമ്മുടെ വോട്ടുപാതയുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. കൊച്ചിയിലേക്കും എത്തുന്നതായിരിക്കും അധികം വൈകാതെ. എങ്ങനെയുണ്ട് അവിടെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആവേശം? മുന്നണികളുടെ പ്രചാരണങ്ങൾ, സ്ഥാനാർത്ഥികളുടെ പ്രചാരണ രീതികളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു?